ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിട്ടുള്ള സ്നാപ്പ് ട്യൂബ് ക്ലിപ്പുമായിട്ടാണ്. നല്ല ഭംഗിയിൽ ചെയ്യാൻ പറ്റിയൊരു ക്ലിപ്പാണ്. അതിനുവേണ്ടി 10 ഇഞ്ച് നീളത്തിലുള്ള ഒരു റിബൺ എടുത്തിട്ടുണ്ട്, ബ്ലൂ കളർ റിബൺ. അതൊന്ന് ജസ്റ്റ് ഒന്ന് ഇതിന് ചുറ്റി കൊടുക്കണം. ഇത് ബ്ലൂമൽ സാറ്റിൻ്റെ റിബണാണ് എടുത്തിട്ടുള്ളത്. ബ്ലൂമൽ ചെറിയൊരു വൈറ്റ് ഡോട്ട് ഉണ്ട്. ഈ രീതിയിലുള്ളൊരു ചെറിയ വീതി, മാക്സിമം വീതി കുറഞ്ഞ റിബൺ എടുക്കുക, എന്നാലേ ചുറ്റാൻ നമുക്ക് നല്ല സുഖത്തിൽ ചുറ്റാൻ പറ്റുള്ളൂ. ജസ്റ്റ് ഇത് ഫുള്ളായിട്ടൊന്ന് ചുറ്റിയെടുക്കുക. ഫസ്റ്റും ലാസ്റ്റും മാത്രം പശ തേച്ചാൽ മതി, ബാക്കിയൊക്കെ ജസ്റ്റ് ഒന്നിങ്ങനെ ചുറ്റിയെടുത്താൽ മതി. വളരെ വേഗത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റിയൊരു ഐറ്റാണിത്. മക്കൾക്ക് നല്ല ഭംഗിയുണ്ടാവും, ചെറിയ കുട്ടികൾക്ക് പ്രത്യേകിച്ചും. നമ്മൾ ഡ്രസ്സിൻ്റെ മാച്ച് ചെയ്ത കളറിലൊക്കെ ഇത് ഉണ്ടാക്കുക. ജസ്റ്റ് രണ്ട് ഭാഗത്തും ഗ്ലൂ ഗണ്ണ് വെച്ചിട്ടൊന്ന് ഒട്ടിച്ചെടുക്കുക. ഗ്ലൂ ഗണ്ണ് മാത്രം ആവണമെന്നില്ല, നമുക്ക് മറ്റേ പശയും ഉപയോഗിക്കാൻ പറ്റും. B7000 വേണമെങ്കിൽ ഉപയോഗിക്കാം. ഗ്ലൂ ഗണ്ണാകുമ്പോൾ ഒന്നും കൂടി വേഗം ഒട്ടും എന്നുള്ള ഉപകാരമാണ് ഉള്ളത്. പിന്നെ ഇതിന് വേണ്ടി എടുത്തിട്ടുള്ള 3 തരം ഐറ്റമാണ്. ഷുഗർ ബീഡ്, ബ്ലൂ കളർ, സ്കൈ ബ്ലൂ കളർ ഷുഗർ ബീഡ് എടുത്തിട്ടുണ്ട്. 18 ഇഞ്ചിലുള്ളൊരു ഗിയർ വയർ എടുത്തിട്ടുണ്ട്. നമ്മൾ ഇതിലേക്ക് 6 ഷുഗർ ബീഡ് ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ എടുത്തിട്ടുള്ള ഒരു ലോങ് ടൈപ്പിലുള്ളൊരു മുത്താണ്, ഗോൾഡൻ കളറ്. ഇതിൻ്റെ 2 സൈഡ് വ്യത്യാസമുള്ളതാണ്. ഒരു സൈഡ് വലുത്, ഒരു സൈഡ് ചെറുതുമാണ്. അപ്പം നമ്മളിവിടെ കോർത്തിട്ടുള്ള 2 വശത്തും വലിയ സൈഡിലൂടെയാണ് കോർത്തിട്ടുള്ളത്. ജസ്റ്റ് ഇങ്ങനെ കോർത്തെടുത്തതിന് ശേഷം ഇതൊന്നിങ്ങനെ ചുറ്റിക്കൊടുക്കുക. ഒരു 4-5 തവണയെങ്കിലും ഒന്നിങ്ങനെ ചുറ്റിക്കൊടുക്കുക. എന്നിട്ട് ഗിയർ വയറിൻ്റെ മറ്റേ സൈഡിലൂടെ ചെറിയ വശത്തിലൂടെ, നീളമുള്ള ആ ബീഡിൻ്റെ ചെറിയ വശത്തിലൂടെ, വീതി കുറഞ്ഞ വശത്തിലൂടെ കോർത്തതിന് ശേഷം 6 ഷുഗർ ബീഡ് ഇടുക. ശേഷം നമ്മൾ വലിയ വശത്തിലൂടെയാണ് പിന്നീട് കോർക്കേണ്ടത്. ഇങ്ങനെ കോർത്തെടുക്കുക. ആദ്യം ചെറിയ വശത്തിലൂടെ കോർക്കുക, പിന്നെ 6 ഷുഗർ ബീഡ് ഇട്ട് കൊടുക്കുക. ശേഷം വലിയ വശത്തിലൂടെ കോർക്കുക. ഗോൾഡൻ കളർ ബീഡിൻ്റെ വലിയ വശത്തിലൂടെയാണ് അവസാനം കോർക്കേണ്ടത്. ഫസ്റ്റ് ചെറിയ വശത്തിലൂടെ കോർക്കണം, അവസാനം കോർക്കേണ്ടത് വലിയ വശത്തിലൂടെയാണ്. ഇങ്ങനെ കോർത്താൽ മാത്രമേ അതൊരു നല്ല ഷേപ്പിൽ ഇങ്ങനെ ശരിക്കും ഫ്ലവറിൻ്റെ ഒരു അടിഭാഗത്ത് നിൽക്കുന്ന പോലെ തന്നെ ഫീല് കിട്ടുള്ളൂ. ഇങ്ങനെ നമ്മൾ 3 ഫ്ലവർ ഉണ്ടാക്കി കഴിഞ്ഞു. അതിന് ശേഷം നമ്മൾ ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്തും കൊടുത്തു. വീണ്ടും നമ്മൾ ഇതുപോലെ തന്നെ മുമ്പ് ചെയ്ത പോലെ തന്നെ കോർക്കുക. ഗോൾഡൻ കളർ ബീഡിട്ടു, ശേഷം 6 ഷുഗർ ബീഡിട്ടു, വീണ്ടും ഗോൾഡൻ കളർ ബീഡ്. എന്നിട്ട് കുറച്ചും കൂടി ഗ്യാപ്പ് ഇങ്ങോട്ട് തള്ളിയിട്ടിട്ട് ഇങ്ങനെ ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുക. അവിടെ കുറച്ച് ഗ്യാപ്പ് മാറ്റിയിടണം. എന്നിട്ട് അടുത്ത ഫ്ലവറും കോർക്കുക. മുമ്പ് ചെയ്ത അതേ രീതിയിൽ തന്നെയാണ് കോർക്കേണ്ടത്, യാതൊരു വ്യത്യാസമില്ല. ആദ്യം ചെറിയ ഭാഗത്തിലൂടെ ഗോൾഡൻ കളർ ബീഡ് കോർക്കുക, പിന്നീട് 6 ഷുഗർ ബീഡ്, വീണ്ടും ഗോൾഡൻ കളർ ബീഡ്, എന്നിട്ട് ഇങ്ങനെ ഒന്ന് ചുറ്റി കൊടുക്കുക. വീണ്ടും ഒരു ഫ്ലവറും കൂടി ചെയ്യണം. ഇങ്ങനെ ടോട്ടലി 9 ഫ്ലവർ നമ്മളിവിടെ ചെയ്യുന്നുണ്ട്. ഓരോ ഇതിലും 3 ഫ്ലവർ വീതമാണ് ചെയ്യുന്നത്. വീണ്ടും ഇങ്ങനെ ചുറ്റി കൊടുക്കുക. എന്നിട്ട് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഈ 2 ഗിയർ വയറും കൂടി ഒന്ന് ചുറ്റി കൊടുക്കണം. വീഡിയോയിൽ കാണുന്ന പോലെ ചെയ്ത് കൊടുക്കുക. വളരെ സ്ലോ ആക്കിയാണ് വീഡിയോ കാണിക്കുന്നത്. നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് വളരെ സ്ലോയിലാണ് കാണിക്കുന്നത്. വീഡിയോ കണ്ട് മനസ്സിലാക്കിയെടുക്കുക. വളരെ എളുപ്പമാണ്, ഒന്ന് ചെയ്ത് നോക്കിയാൽ മതി. ഈ സൈഡും മറ്റേ സൈഡ് ചെയ്ത പോലെ തന്നെ 3 ഫ്ലവർ ചെയ്തെടുക്കണം. ആദ്യം ഗോൾഡൻ ബീഡ് ഇടുക. ഗോൾഡൻ ബീഡ് ഇടുമ്പോൾ ശ്രദ്ധിക്കാനുള്ള ഒരേ ഒരു കാര്യമാണ്, ആദ്യം ചെറിയ വശത്തിലൂടെ കോർക്കുക, പിന്നെ 6 ഷുഗർ ബീഡ് ഇട്ടതിന് ശേഷം വലിയ വശത്തിലൂടെ കോർക്കുക. ഈ കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി. പിന്നെ 3 അങ്ങനെ ചെയ്തു പോയാൽ മതി. ഇതുപോലെ ഇനി ഒരെണ്ണം കൂടി ചെയ്യണം. നല്ല ഭംഗിയാണ് ഇത് കാണാൻ, ഒരു പ്രത്യേക ലുക്ക് തന്നെ ഉണ്ട്. ഇത് പല നിറത്തിലും നമുക്ക് മാറ്റി ചെയ്യാം. ഈ ബ്ലൂക്ക് പകരം പല നിറം എടുക്കാം, വൈറ്റ് എടുക്കാം, റെഡ് എടുക്കാം,
എല്ലാം എടുക്കുക, നിങ്ങൾക്ക് അനുയോജ്യമായത് ഏതും എടുക്കുക. പിന്നെ 2 ഗോൾഡ് ഗിയർ വയറും കൂടി തമ്മിൽ ചുറ്റിയെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് നമ്മുടെ സ്നാപ്പ് ക്ലിപ്പിൻ്റെ ഇടയിലൂടെ ഇങ്ങനെ ഒന്ന് അവസാനം എൻ്റെ ഭാഗത്തിലൂടെ ഒന്ന് ചുറ്റിയെടുക്കണം. പ്ലെയർ ഉണ്ടായാൽ നല്ലതാണ്. വലിച്ചെടുക്കാനും ടൈറ്റാക്കാനൊക്കെ ഏറ്റവും നല്ലത് പ്ലെയറാണ്. കൈകൊണ്ട് ചെയ്യുന്നതിനെക്കാട്ടി എളുപ്പത്തിൽ നമുക്ക് പ്ലെയർ ഉപയോഗിച്ച് ചെയ്യാൻ പറ്റും. 2 വശവും ഇങ്ങനെ ചെയ്തെടുക്കണം. 2 ഭാഗത്തൊന്ന് ചുറ്റിക്കൊടുക്കുക. ഇതുപോലെ നല്ലോണം ചുറ്റിക്കൊടുക്കുക. ഇനി നമുക്ക് ഇതിൽ ഫ്ലവർ വെക്കുക. സെൻറ്ററിലായിട്ട് ഗ്ലൂ ഗൺ ഉപയോഗിച്ചിട്ട് ഫ്ലവർ വെച്ച് കൊടുക്കുക. വേണമെങ്കിൽ സൈഡിലൊക്കെ ഒന്ന് ഗ്ലൂ ഗൺ തേച്ച് കൊടുക്കുക. ഇത്രേ പണിയുള്ള നമ്മളെ ക്ലിപ്പിന് റെഡി ആയിട്ടുണ്ട്. അടിപൊളി ക്ലിപ്പാണ്. ഇത് ഫ്രോക്കിലേക്കൊക്കെ നല്ല മാച്ചായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തൊക്കെ വളരെ എളുപ്പത്തിൽ തന്നെ ചെയ്യാൻ പറ്റിയ ഒരു ഐറ്റമാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ ലൈക്കൊക്കെയാണ് വീഡിയോസൊക്കെ മറ്റുള്ളവരിലേക്കൊക്കെ എത്തിക്കുന്നത് നിങ്ങളുടെ ലൈക്കാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. ഓക്കെ, താങ്ക് യു.